7 ഡേ മിറക്കിൾസ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നാം നമ്മുടെ ആത്മവിശ്വാസ യാത്രയുടെ 5-ാം ദിവസത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ 4 ദിവസങ്ങൾ ഒന്ന് ഓർമ്മയിലെത്തിച്ചാലോ? ഡേ 1-ൽ നാം സംസാരിച്ചത് സെൽഫ് അവയർനെസ് അഥവാ ആത്മബോധം എങ്ങനെ നേടാമെന്നാണ്. ഡേ 2-ൽ ഭയത്തെ എങ്ങനെ അകറ്റാമെന്നും ഡേ 3-ൽ നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ എങ്ങനെ ഉണർത്തണമെന്നും ഡേ 4-ൽ ഞാൻ എത്രമാത്രം വിലപ്പെട്ടവനാണെന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്നും നമ്മൾ പഠിച്ചു. ഇപ്പോൾ നാം ഇവയുടെ തുടർച്ചയായി നമ്മൾ എങ്ങനെ നമ്മെ കാണുന്നു എന്നത് സ്വാഗതം പ്രിയരെ. ഇന്ന് നാം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അതിശക്തമായ പദത്തിൽ, അതായത് ഞാൻ എന്ന പദത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പോകുകയാണ്. എക്സസൈസ് 1. ഈ എക്സസൈസിനായി ഒരു പുസ്തകവും പേനയും കയ്യിലെടുക്കുക. നാം ഇന്ന് നമ്മുടെ മനസ്സ് വൃത്തിയാക്കാൻ പോവുകയാണ്. ഈ എക്സസൈസ് നമുക്കൊരു ആഘോഷമാക്കിയാലോ? വരൂ. താങ്കൾക്ക് പ്രിയപ്പെട്ട ശാന്തമായ ഒരു സ്ഥലത്തിരിക്കുക. ഒരു മരത്തിന്റെ കീഴിലോ ബാൽക്കണിയിലോ അതോ നിങ്ങളുടെ റൂമിൽ തന്നെയോ ഏതുമാകട്ടെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇനി കണ്ണുകൾ സാവധാനം അടയ്ക്കുക. 3 ഡീപ് ബ്രെത്ത് എടുക്കുക. ഇൻഹേൽ, ഹോൾഡ് ഓൺ ഫോർ 2 seconds and exhale slowly. Inhale, hold on for 2 seconds. Exhale slowly. Inhale, hold on for 2 seconds and exhale slowly. താങ്കളുടെ മനസ്സ് ഇപ്പോൾ ശാന്തമായി തീരുന്നു. ഇനി സാവധാനം കണ്ണുകൾ തുറന്ന് നിങ്ങളുടെ പുസ്തകം തുറക്കുക. അതിൽ ഒരു പേജിൽ നിങ്ങളെ പിന്നിലേക്ക് വലിക്കുന്ന നിങ്ങളെക്കുറിച്ചുള്ള മനസ്സിലെ വിശ്വാസങ്ങൾ എഴുതുക. ഉദാഹരണത്തിന്, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, മറ്റുള്ളവർക്ക് മാത്രമാണ് നല്ല കഴിവുകൾ കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എല്ലായ്പ്പോഴും തോൽക്കും. നിങ്ങളുടെ കുറവുകൾ എല്ലാം എഴുതിയതിനു ശേഷം ഈ ലിസ്റ്റിന് ട്രാഷ് ടോക്ക് എന്ന് പേരിടുക. ഇനി ഈ ട്രാഷ് ടോക്ക് വായിച്ച ശേഷം അടുത്ത പേജിൽ നിങ്ങളെ ഉയർത്തുന്ന, ശക്തമാക്കുന്ന പുതിയ ഒരു വിശ്വാസം എഴുതുക. അതൊരു വാക്കാകാം, അഫർമേഷൻ ആകാം, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്യമാകാം. അതായത്, എനിക്ക് കഴിയില്ല എന്നതിന് ഞാൻ വളരുന്നു, ഞാൻ പഠിക്കുന്നു എന്ന് എഴുതാം. എന്നെ ആരും സപ്പോർട്ട് ചെയ്യില്ല എന്നതിന് പകരം ജീവിതം എനിക്ക് വേണ്ട സപ്പോർട്ട് നൽകുന്നു എന്നെഴുതാം. ഇതിന് ട്രൂത്ത് ലിസ്റ്റ് എന്ന് പേരിടുക. ഇനി ട്രാഷ് ടോക്ക് എന്നെഴുതിയ പേജ് കീറി ചെറുതായി മടക്കി ഒരു ഡസ്റ്റ്ബിന്നിൽ മാറ്റുക. എന്നിട്ട് പറയൂ, ഇവ ഇനി എന്നെ നിയന്ത്രിക്കില്ല, ഞാൻ ഇനി പുതിയ ഞാനാണ് എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞോളൂ. ഇനി ആ ട്രൂത്ത് ലിസ്റ്റ് ഒന്ന് വായിക്കൂ. ഇനി ഒരു കണ്ണാടിയിലെ നിങ്ങളുടെ കണ്ണിൽ നോക്കി നിങ്ങളുടെ പുതിയ ട്രൂത്ത് ലിസ്റ്റ് വായിക്കുക. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാവി രചിക്കുകയാണ്. ക്ലോസിംഗ് അഫർമേഷൻ ഇങ്ങനെ പറയൂ: എൻ്റെ വിശ്വാസങ്ങളുടെ രചയിതാവ് ഞാനാണ്, എൻ്റെ ഭാവി രചിക്കുന്നത് ഞാനാണ്, ഞാൻ പുതിയ ഞാനാണ്. എൻ്റെ വിശ്വാസങ്ങളുടെ രചയിതാവ് ഞാനാണ്, എൻ്റെ ഭാവി രചിക്കുന്നത് ഞാൻ തന്നെയാണ്, ഞാൻ പുതിയ ഞാൻ ആണ്. എൻ്റെ വിശ്വാസങ്ങളുടെ രചയിതാവ് ഞാനാണ്, എൻ്റെ ഭാവി രചിക്കുന്നത് ഞാൻ തന്നെയാണ്, ഞാൻ പുതിയ ഞാൻ ആണ്. ഇന്ന് നിങ്ങളെ പറ്റിയുള്ള ഏറ്റവും പ്രധാന തിരുത്തലുകൾ നാം ആരംഭിച്ചു. നമ്മുടെ മനസ്സിലെ പഴയ കാഴ്ചപ്പാടുകൾ തിരിച്ചറിഞ്ഞു. അവയെ സ്നേഹത്താൽ, ആത്മവിശ്വാസത്തോടെ നമ്മൾ മാറ്റിയെടുത്തു.
നിങ്ങൾക്ക് ആ പഴയ ഞാൻ ആവശ്യമില്ല. പഴയതിൻ്റെ പ്രവൃത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പുതിയ വ്യക്തിയാണ്. സ്വയം തിരഞ്ഞെടുക്കുന്ന, വ്യക്തമായി കാണുന്ന, തിരിച്ചറിവുള്ള, മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. മറ്റുള്ളവർ എന്തു പറയുന്നു എന്നതല്ല ഇനി നിർണായകം. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത്, അതാണ് ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവരുന്നത്. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നു. ഓരോ ചിന്തയും, ഓരോ വിശ്വാസവും, ഓരോ ദിനവും നമുക്ക് ഒരു പുത്തൻ ജീവിതം സൃഷ്ടിക്കുന്നു. ഇപ്പോൾ താങ്കൾക്കറിയാം, ഞാൻ എന്ന് താങ്കൾ പറയുന്ന രീതിയിൽ നിന്നും താങ്കളുടെ കഥ തുടങ്ങുകയാണ്. 2 കൈയും നീട്ടി പുതിയ ഞാൻ എന്ന താങ്കളെ സ്വാഗതം ചെയ്യൂ. നാളെ ഡേ 6 നാം അവഗണനകളെ തരണം ചെയ്ത് ആത്മവിശ്വാസത്തിലൂടെ മുന്നേറാൻ പഠിക്കും. നാളെ വീണ്ടും കാണാം. ആത്മവിശ്വാസം കൊണ്ട്, ആത്മസ്നേഹം കൊണ്ട് താങ്കൾ ഉയരാൻ പോവുകയാണ്. സ്നേഹത്തോടെ 70 miracles. Accept the miracles right now.